ധ്യാൻ ശ്രീനിവാസൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്? അവർക്ക് ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു, വർഷത്തിന് അല്ലേ? അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആര് കളിയാക്കിയാലും, ധ്യാനിന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ച് അങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല. അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയം ഉണ്ട്, അജ്മൽ നിനക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ? അവരൊന്നും അങ്ങനെ വായിച്ചു വായിച്ചിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെനുവിനായിട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവരെ ലെവൽ വെച്ച് അതിനുവേണ്ടി കൂട്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ, നമ്മുടെ സിനിമകൾ എന്തായാലും കാണും. പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിന് 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. അല്ല, കുറച്ചുപേരെ വന്ന് സിനിമ ഉണ്ടാകുന്നത് നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാൻ ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. ഇപ്പം കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഒരു ഇൻഡസ്ട്രിയെ, എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിന് വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് കിട്ടി. പക്ഷെ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്, അശ്വതിന് ഇഷ്ടമായില്ലോ, മറ്റേവർക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ ഇവർക്ക് 2 ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ കുട്ടിയൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ, ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അശ്വതിന്റെ ആയിക്കോട്ടെ, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കില്ല, എന്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളില് അവതാരകൻ ഈസി ആയിട്ട് ചോദിക്കാം, ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ലേ? ധ്യാൻ വളരെ രസകരമായി തന്നെ പറയാറുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചില്ലെന്ന് രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതില് എല്ലാത്തരം ആൾക്കാരും, എല്ലാ സെന്റൻസിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒപ്പം ധ്യാൻ ചെയ്തിരിക്കുന്ന റോള് ഏറ്റവും ഡീസന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ഗംഭീര അഭിപ്രായം എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്നത് എന്താണ് മൊഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും എന്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നുള്ളൂ. ഹാസ്യന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്കിതുവരെ ഇവരിങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മളെ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പൊ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോ ലുക്കുവിന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിൽ ഇവിടെയൊക്കെ അറിയാം. അപ്പൊ ഇവന്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പൊ ഈ കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഹർഷദ് എഴുതുന്നു. മോസ്റ്റ്ലി കഠിനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബേസിൽ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു
ഒരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ഇതിന്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണ് എന്നുള്ളതൊരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത് ഇത്തരം. പക്ഷെ പുള്ളി വളരെ കോൺഫിഡന്റ് ആയിട്ട് സെക്കൻഡ് ഡേ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് ഇതിലെ, പ്രത്യേകിച്ച് ഓൺലി ഹിറ്റ്സ്. ലുക്മാൻ ഇതിൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ. പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രത്തെ കുറിച്ച്? എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങള് ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. രഞ്ജന പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്തുക. അത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് ട്രിഗർ ചെയ്യാനുള്ളത് ഇതിൽ വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മാമുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റ് കൂടെ തന്നെയാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവര് നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട, അത് സ്ഥിരം ചെയ്യണല്ലേ, ഇത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ ഒരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്. എന്താ തോന്നുന്നത് നമ്മളെപ്പോഴും അതല്ലേ പറയുന്നത്. ഇപ്പൊ നേരത്തെ ലുക്ക് പറയുന്നത് നമ്മൾ ഓൺലി ആസ് ഗുഡ് ആസ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞത് ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാരണം അവരെല്ലാവരും ഞാൻ കോമ്പിനേഷൻ ശീതൾ ഒഴിച്ചിട്ട് ബാക്കിയായിട്ട് കോമ്പിനേഷൻ. അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ അവര് കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് നേരത്തെ ലുക്ക് പറഞ്ഞാൽ ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആവുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാഗങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ത്രൂ ഔട്ട് ആ പടത്തിൽ അത് വെച്ച് പിടിക്കും. പക്ഷെ ഇതോടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഇതിൻ്റെ കാര്യത്തിൽ മനസ്സിലായി. അപ്പോൾ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഒരു കുച്ചലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായിരുന്നു പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പം ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട് പക്ഷെ നാളെ പറഞ്ഞു മോശം പറയുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ട
ഇല്ല, പുള്ളി അയർലൻഡിലെ ഒരു ഷോന് പോയിരിക്കും, അപ്പൊ ഇവിടെ ഇല്ല. ഓ ആ, അതിനുള്ള എഫേർട്ടല്ലേ എൻ്റെ ഈ കൈ പോയത്, അങ്ങനെയല്ലേ. കഴിഞ്ഞ വർഷം മറ്റേ നിന്റെ ബാഡ് ബോയ്സിനെ വരുമ്പോ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വന്നില്ല, ഓർമ്മയില്ലേ? അത് ഇവൻ അടിച്ചൊടിച്ചത് കഴിഞ്ഞതാണ്. കാരണം അവൻ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അവിടെ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത്, എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കരാട്ടക്കാരൊന്നും ഇങ്ങനൊന്നും അടിക്കൂല, അവരൊക്കെ ടൈമിംഗ് ഉണ്ടാവും. അതൊന്നുമില്ല, കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ഇല്ല, ശരിക്കുള്ള അടിയാണ്. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, വാങ്ങുമ്പോ ഒരു ടൈമിംഗ് വേണല്ലോ, എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല ഞാൻ, ഷോട്ടില് എന്നാലും ഉത്തരം കിട്ടിയല്ലോ. മലയാളികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ കണ്ടല്ലേ? കാണൂല. ആണോ കാര്യമായിട്ട്? കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. ആ പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ ആറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ കഴിഞ്ഞിട്ടുണ്ടേന്ന് പ്രാർത്ഥന. ആൻസറൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങനെ എടുക്കുക, യൂണിവേഴ്സ് തരും, എടുക്കും. ചില സിനിമകളില് എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടെന്ന് പറയാറുണ്ട്. ചില വർഷങ്ങൾക്ക് ശേഷത്തില് അങ്ങനെ ചില ഗുണങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിന് ഒരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പൊ അത് നമ്മളെ ഭയങ്കര ടെൻഷൻ അടിച്ചോ, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ചെയ്ത സിനിമയൊന്നുമില്ല. ആ ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി. അത് മാറ്റണം. പിടിച്ചില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു ഫേസ് പഞ്ച് എന്ത് പറയുന്നു മസ്താനി, നീ ഇവിടെ ഒരു മിണ്ടണ്ട. അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ എന്റെ പേരിൽ എന്നോട് പലരും മിണ്ടുന്നത്. സത്യം പറഞ്ഞ ചില ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പൊ അവര് ബോഡി ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റാണ്. നീ അല്ല അത് പറയാതിരിക്കാൻ കയ്യടി കൊടുക്കും. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ അടുത്ത ലുക്ക് 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ
ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ സിനിമയിൽ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷെ ഇത് യാദൃശികമായിട്ട് ഡേറ്റ് ഒക്കെ വാങ്ങുകൊണ്ടും പ്രശ്നമായപ്പോൾ നമ്മൾ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമക്ക് വരേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വളരെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടെൻഷൻ മുഹാഷിനും ഉണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഇത് ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാരക്ടറിന് അത് ലുക്ക് ഇന്ന് രാവിലെ മുഹാഷിലേക്ക് മെസ്സേജ് ലുക്ക് എന്തൊക്കെ കഴിച്ച് അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക. ഷിഫാസിന്റെ കയ്യിൽ കൂടിന്റെ മറ്റേ ആലപ്പുഴ ടൈമില് എന്റെ ഈ വിരല് പൊട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതല്ല, അതൊന്നും അല്ല ഇതിന്റെ സിനിമ. ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇത് എന്ത് ചെയ്യണം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലിയല്ല തോന്നുന്നുണ്ട് എനിക്ക്. ഹലോ ചേട്ടാ, ഒരു ചോദ്യം ചേട്ടാ, ജയറാമേട്ടൻ ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നപ്പോ സാധാരണ ധ്യാൻചേട്ടനെ കാണുന്ന സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല, ഒരു സാധാരണ ഒരു നടൻ നടന്നു കൂടെന്ന് പറഞ്ഞ പോലെ. അപ്പോ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻചേട്ടനെ കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ പാന്റ് ഇട്ടിട്ടാ പോവാറ്. ആ ഭാഗത്ത് പോകുമ്പോ കണ്ടിട്ട് അല്ല, ജയറാമേട്ടൻ ചെന്നൈ എയർപോർട്ടിൽ നമ്മളെ സാധാരണ ജയറാമേട്ടൻ എപ്പോഴും ധ്യാൻചേട്ടനെ പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകും. അപ്പൊ രാമരാജിന്റെ മുതലാളി ജയറാമേട്ടൻ കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻചേട്ടനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവരുന്നുള്ള ഇഷ്ടം എന്താ? എനിക്ക് പ്രാവശ്യത്തിന് പരസ്യമുണ്ട്. ഇവിടെ എന്റെ ശത്രു ഇല്ലേ? അറിയോന്നോ? നമ്മളറിയോന്നോ? ധ്യാൻചേട്ടന്റെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ജെന്യൂൻ ആയിട്ട് അതെ അങ്ങനെയും പറയാം. അപ്പം അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു? ഈ സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല. ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെ കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ഞങ്ങളെ ചർച്ചാ വിഷയമായി. പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ധ്യാൻ ചേട്ടൻ? ഇഷ്ടം പോലെ അല്ല അങ്ങനൊന്നുമില്ല. പറഞ്ഞു ലുക്മാന്റെ കൂടെ അഭിനയിക്കണം ആഗ്രഹിച്ചത്. അത് ഉറപ്പായിട്ട് ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നുള്ളത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കെപ്പോ എല്ലാ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാ ആലോചിച്ചു. ഉള്ള എല്ലാ പടവും ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു, നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബെയറേഴ്സ് ആയ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരുടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്. അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് താഴെ കമന്റ് ഇടും. ഏത് ഇല്ലടാ എന്നുവെച്ചാൽ അവരെ ഫോട്ടോന്റെ താഴെയെല്ലാം എന്തൊക്കെ ഇടുമ്പോ താഴെ
സൂപ്പർ. അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടല്ലേ മെസ്സേജ് അയക്കുക. ഡയറക്ടേഴ്സിന്റെ ബർത്ത്ഡേക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ. അപ്പൊ അവിടുന്ന് ആലോചിച്ചു, അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന്